പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസം കൂടെ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്നല്ലോ. അതിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ കൂടെ ചെലവിടുന്ന ഒരു സമയം, ഇറ്റ്സ് വാല്യൂ ടൈം. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആ സമയം നഷ്ടമാകത്തില്ല. ദൈവവചനം പറയുന്നു, ഞാൻ കർത്താവിൽ വസിച്ചുകൊണ്ട് ആത്മീയ വർധന പ്രാപിച്ച് ആ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് വി ബെനിഫിറ്റ് സോ മച്ച്. നമ്മൾ പോലും അറിയാതെ നമ്മൾ നിറയാൻ തുടങ്ങും. അഭിഷേകത്തിൽ കർത്താവ് നമ്മളെ നിറയ്ക്കും. ദൈവശക്തി കൊണ്ട് നമ്മളെ കാക്കും. നമുക്ക് ഹി വിൽ ഗീവ് ഹിസ് വിസ്ഡം. കർത്താവ് ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് കർത്താവ് എന്നെ നിങ്ങളെ നിറയ്ക്കും. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് പ്രതിസന്ധിക്കകത്തും അവർക്ക് പോക്ക് വഴികൾ അവർക്കായിട്ട് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. സോ ഒരിക്കലും ലജ്ജിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവമക്കളെ സംബന്ധിച്ച് നോക്ക്, നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിച്ച ആ ഭാഗത്തുനിന്ന് തന്നെ വീണ്ടും ചിന്തിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അധികാരമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും നമുക്കുണ്ട്. നമുക്ക് പഴയ നിയമ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികാരം, അഥവാ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ആദാമിന് ഉണ്ടായിരുന്ന അധികാരത്തിനും മുകളിൽ ഒരു അധികാരമാണ് എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിരിക്കുന്നത്. പലരും ചോദിക്കും ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ്. അതിനെക്കുറിച്ചാണ് നമ്മൾ വേഗത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സോ എല്ലാവരെയും ക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. കർത്താവ് ഓരോരുത്തരെയും അത്ഭുതകരമായി നടത്തട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ആ അധികാരത്തെക്കുറിച്ച് ഇന്നലെ സംസാരിച്ചു. ഇന്ന് അധികാരം കിട്ടിയവർ അല്ലെങ്കിൽ അധികാരം എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 91 അധ്യായത്തിൽ പറയുക, അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ആ കർത്താവിന്റെ ചിറകടിയിൽ വസിക്കുന്നവൻ. ആ താഴോട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് നമ്മളെ വിടുവിക്കും, വഴികൾ തുറക്കും, ദൂതന്മാരുടെ കാവലുണ്ട്, അവൻ നമ്മളെ കാക്കും എന്നെല്ലാം അതിന്റെ താഴോട്ട് അതിന്റെ 16 വാക്യം വരെയും അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്കുള്ള സംരക്ഷണയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാനില്ല. ഒരു ബാധയും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുക, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിന് അടുക്കത്തില്ല. ആ കർത്താവിന്റെ ചിറകിൻ മറവിലാണോ വസിക്കുന്നത്? ആ കർത്താവിലാണോ വിശ്വസിച്ചിരിക്കുന്നത്? കർത്താവിനെയാണോ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്? ഈ വചനത്തിലാണോ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നത്? നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുക, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ആമേ, ഞാൻ ആശ്രയിക്കുന്ന, എനിക്ക് ആശ്രയിക്കാൻ ഒരു കർത്താവുണ്ടെന്ന് വാഗൊണ്ട് പറഞ്ഞിട്ടുള്ളവർ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. ആ കർത്താവ് തന്നെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് വചനം പറഞ്ഞു. കർത്താവ് തന്നെ ആശ്രയമായിരിക്കുകയും കർത്താവിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്ന് വചനം പറഞ്ഞിരിക്കുക. അപ്പം ആ കർത്താവിൽ ആശ്രയിക്കുന്ന നമുക്ക്, ആ കർത്താവിന്റെ ചിറകിൻ കീഴിൽ പാർക്കുന്ന നമുക്ക് ഒന്നിനും കുറവ് വരത്തില്ല. നമുക്ക് അധികാരമുണ്ട്, ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവും നമുക്ക് കൂട്ടായിട്ടുണ്ട്. ഒരു സാഹചര്യവും നിങ്ങളെ പിടിച്ചു വെക്കത്തില്ല. ആ പിശാചിന്റെ പ്രവൃത്തികളോട് എതിർത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശക്തിയാലല്ല, ആ പരിശുദ്ധാത്മാവും നമുക്ക് തന്നിരിക്കുന്ന, കർത്താവും നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തിലും അതിലും നമ്മൾ ആ പിശാചിന്റെ പ്രവൃത്തികളോട് എതിർത്ത് നിൽക്കണം. കർത്താവിൽ വിശ്വസിക്കണം. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പിശാചിന്റെ പ്രവൃത്തികളോട് എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ടു വേഗത്തിൽ ഓടിപ്പോകുന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏത് പ്രതികൂലത്തിലും ആ കർത്താവിലൊന്ന് വിശ്വസിച്ച്, എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഭാരം വരുമ്പോൾ ഉടനെ കർത്താവിനെ അങ്ങ് കുറ്റം പറയാൻ തുടങ്ങും. കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എന്താ എന്റെ ജീവിതത്തിൽ ഇല്ലെന്നേ, കർത്താവ് നന്മയല്ലാതെ ഒന്നും ചെയ്യത്തില്ലെന്ന് ഒരു 10 പ്രാവശ്യം പറയണം. എന്റെ ജീവിതത്തിൽ ഏത് പ്രതികൂലം കണ്ടാലും ഇത് പിശാച്, ഇതിന്റെ പുറകിലൊരു പൈശാചിക
ത്തിന്റെ പോരാട്ടമുണ്ട്. ആ പിശാചുണ്ട്. ആ പിശാച് എന്റെ ജീവിതത്തിൽ നന്മകളെ, എന്റെ സന്തോഷത്തെ, എന്റെ നന്മകളെയൊക്കെ മുടക്കുന്ന ഒരു പിശാചാണെന്ന് ഒന്ന് കണ്ട് ആ പൈശാചിക ബന്ധനത്തെ ഒന്ന് ശാസിച്ചാൽ, ആ കർത്താവിലൊന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പിശാചിനോട് പോകാൻ പറഞ്ഞാൽ അവൻ വാലി ചുരുട്ടി പോകുക തന്നെ ചെയ്യും. ഏത് പ്രതികൂലമാണേലും മാറിപ്പോകും. അവിടെ ഒരു വഴി തുറന്നു വരും. ആ പ്രതികൂലത്തിന്റെ അകത്തുനിന്ന് തന്നെ ഒരു വഴി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അത്ഭുതം നടക്കുമെന്ന് ഒന്ന് വിശ്വസിച്ച് ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുക്കത്തില്ല. കർത്താവ് കൂടെയുണ്ട്. ആ ധൈര്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും ആ ജീവിതത്തിൽ ആ ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ, there is a mighty shift. അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. ആൻഡ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. കർത്താവിന്റെ കയ്യിലാണ് മുഴുവൻ നിയന്ത്രണവും ഇരിക്കുന്നത്. പലപ്പോഴും ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും നമ്മുടെ സ്വന്തം കഴിവിലും നമ്മുടെ സ്വന്തം ശ്രമത്തിലും നമ്മൾ ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ കടന്നു പോകും. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ആദാമിനുണ്ടായിരുന്ന അധികാരം ഭൂമിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എനിക്കും നിങ്ങൾക്കുമുള്ള അധികാരം നോക്ക്, അവന്റെ നാമത്തിൽ എല്ലാ മുട്ടും, ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും സകല മുട്ടും യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? അത് മടങ്ങുക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മളിത് മടങ്ങും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വി ബിലീവ്, പക്ഷേ ഹൗ ഇറ്റ് ഹാപ്പൻസ്, അതാണ് പലരുടെയും. എങ്ങനെയാ ഇത് നോക്ക്, എനിക്ക് അധികാരമുണ്ട്, പക്ഷേ എനിക്ക് തിരിച്ചറിയാം എനിക്ക് അധികാരമുണ്ട്. ഞാൻ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഭൂതത്തെ പുറത്താക്കാനുള്ള അധികാരം എനിക്കുണ്ട്. യു നോ ദറ്റ് യു ഹാവ് അതോറിറ്റി, ബട്ട് ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് ഈ അധികാരം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്? ഒറ്റ കീയേ ഉള്ളൂ. കൂടുതൽ താക്കോലുകളൊന്നുമില്ല. ഒറ്റ കീയേ ഉള്ളൂ. നമ്മൾ വായിക്കുക. ഷീന എന്ന് പറഞ്ഞപ്പോൾ ആ വാക്യം ഒന്ന് തൊട്ട് പറഞ്ഞായിരുന്നു. യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നു. ശ്രദ്ധിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നോക്ക്, ഇറ്റ്സ് വെരി സിമ്പിൾ. ദൈവത്തിന് കീഴടങ്ങുവിൻ. ഒന്ന്, ഇറ്റ് ഈസ് സബ്മിറ്റിംഗ് ടു ദ ലോർഡ്. കർത്താവിന് എന്ത് ചെയ്യുകയാണ്? കർത്താവിന് കീഴ്പ്പെടുന്നതാണ് സബ്മിറ്റിംഗ് ടു ലോർഡ്. പലരും ഈ സബ്മിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവും മിടുക്കുകൊണ്ടും ഒന്നും നമ്മൾ സബ്മിറ്റ് ചെയ്യുകയല്ല. സബ്മിറ്റിംഗ് ടു ലോർഡ് മീൻസ്, ഇന്ന് ഷീന വായിച്ച പോലെ അത്യുന്നതന്റെ മറവിൽ വസിക്കുക. നോക്ക്, ഹാവ് എ പേഴ്സണൽ റിലേഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ആ കർത്താവിന്റെ കൂടെ ഒരു സൺഡേ റിലേഷൻ ആകരുത്. കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധം ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു ബന്ധവുമല്ല. ഐ എം കണക്റ്റഡ് 24/7 വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ആ കർത്താവുമായിട്ട് 24 മണിക്കൂറും. ആ പൗലോസ് പറയുന്ന ഒരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് നൽകി തരുന്നതും. ഓൾവേസ് റെസ്റ്റിംഗ് ഇൻ ഹെവൻലി റെലംസ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. ആ ക്രിസ്തുവിനു കൂടെ സദാ സമയം ചെലവിടുന്നത്, അങ്ങനെ ആ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നത്. ഒരു സബ്മിറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. പിശാചിന് ഹി ഹാസ് ലിമിറ്റഡ് പവർ. തന്റെ കയ്യിലുള്ളത് ലിമിറ്റഡ് പവറാണ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഉള്ളത് വി ഹാവ് അൺലിമിറ്റഡ് പവർ. പിശാചിന് പലപ്പോഴും ശക്തി കൊടുക്കുന്നത് അവന് നോക്ക്, ഹി ഹാസ് ബീൻ ഡിസാംഡ്. അവന്റെ സകല ആയുധവർഗവും എന്ത് ചെയ്തു? പിശാചിന്റെ നിലത്ത് വെപ്പിച്ചു. അവന് ആയുധങ്ങളില്ല. അവന് പോരാടാൻ അവന്റെ കയ്യിൽ ഒന്നുമില്ല. അവന്റെ കയ്യിൽ ഒരു വെപ്പണും അവന്റെ കയ്യിലില്ല. എന്നാൽ അവന് പോരാടാനുള്ള ആയുധം വാസ്തവത്തിൽ കൊടുക്കുന്നത് നമ്മളാണ്. വി സപ്ലൈ ആംസ്. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്. നോക്ക്, അവന് ഒരധികാരവും ഇല്ലാത്തടത്ത് അവൻ ചാടി എഴുന്നേറ്റ് വരികയാണ്. കാരണം അവന് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയായി. നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന് സബ്മിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരത്തില്ല. നോക്ക്, ഒരു വ്യക്തി മഴയത്തിറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയുടെ കൊടയുണ്ട്. ആ കൊടയെടുത്ത് കക്ഷത്തിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഭയങ്കര മഴയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ കൊട എന്ത് ചെയ്യണം? അത് നീർക്കണം. ആ കൊട നീർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. അതിന്റെ അടിയിൽ നിന്നാൽ നമ്മൾ നനയത്തില്ല എന്ന് പറഞ്ഞതുപോലെ അവന്റെ ശക്തിയേറിയ ഭുജത്തിന്റെ കീഴിൽ താണ ഇരുന്നാൽ, ഇഫ് യു ആർ എ പേഴ്സൺ ഹു സബ്മിറ്റ് ടു ദ ലോർഡ്, ആ കർത്താവിന്
കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയാണോ, പ്രൈസ് അവന്റെ മുമ്പിൽ പിശാചിന് ഒന്നും അവന്റെ നോക്കാൻ പോലും പിന്നെ അധികാരമില്ല. അവന്റെ മുമ്പിൽ വാലും ചുരുട്ടി ഓടും. ഒന്ന് സബ്മിറ്റിംഗ് ടു ലോർഡ് ആൻഡ് കമാൻഡിംഗ് ടു ദ സേറ്റൻ. ഒരു വ്യക്തി കർത്താവിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നതെന്നറിയാവോ? പ്രൈസ് നോക്ക്, ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ട്രഗിൾസ് ഉണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യേണ്ട ചില പ്രോബ്ലങ്ങളുണ്ട്. അവർക്ക് ഫേസ് ചെയ്യുന്ന ചില എനിമീസും അവർ ഫേസ് ചെയ്യുന്ന ചില സേറ്റനിക് ഇൻഫ്ലുവൻസും ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുണ്ട്. ഇറ്റ് മേ ബി ഡിഫറെന്റ് ടു പേഴ്സൺ, ഇറ്റ് മേ ഡിഫർ. പക്ഷെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ബട്ട് വെൻ യു സബ്മിറ്റ് ടു ദ ലോർഡ്, എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ യുദ്ധമുഖം മാറും. യുദ്ധം പിന്നെ നിങ്ങളുമായിട്ടല്ല, യുദ്ധം കർത്താവുമായിട്ട്. ഇറ്റ് വിൽ ബി എ ഡയറക്റ്റ് ഫൈറ്റ് ബിറ്റ്വീൻ സേറ്റൻ ആൻഡ് ഗോഡ് വെൻ വി സബ്മിറ്റ് ടു ഹിം. അവിടെ ഞാൻ പലപ്പോഴും ഇത് പ്രസംഗിച്ചപ്പോഴൊക്കെ ഇലസ്ട്രേഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നോക്ക്, നിങ്ങളുടെയും ദൈവത്തിന്റെ ഇടയ്ക്ക് ഒരുത്തൻ വന്ന് നിന്നിട്ട് പല കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് അവന് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, കർത്താവിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഫൈറ്റ് നേരെയാ. നിങ്ങളുമായിട്ടൊരു യുദ്ധം എന്തില്ല. അതുകൊണ്ട് സബ്മിറ്റ് ടു ദ ലോർഡ്. ആ കർത്താവിന്റെ കരങ്ങളിലോട്ട് ഒന്ന് കൊടുത്തേ, എന്നിട്ട് ദെൻ കമാൻഡ് ടു ദ സേറ്റൻ. നോക്കെ, ഈ പട്ടാളക്കാരൊക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ പട്ടാളക്കാരൊക്കെ ഉണ്ട്. ഒരു യുദ്ധം നടക്കുമ്പോൾ അവര് യുദ്ധത്തിനായിട്ട് കടന്നു പോകും. ആ യുദ്ധത്തിനായിട്ട് കടന്നു പോകുമ്പോൾ അവരല്ല വാസ്തവത്തിൽ യുദ്ധം ചെയ്യുന്നത്, രാജ്യമാണ് യുദ്ധം ചെയ്യുന്നത് അല്ലെ. ഒരു പട്ടാളക്കാരൻ തനിയല്ല യുദ്ധം ചെയ്യുന്നത്, രാജ്യം. അവർക്കൊരു കമാൻഡിങ് ഓഫീസർ ഉണ്ട്. അവർക്ക് ദി ടേക്ക് കമാൻഡ്സ് അല്ലെ. എവിടുന്നാണ്? അവരുടെ കമാൻഡിങ് ഓഫീസറുടെ കയ്യിൽ നിന്ന് അവര് കമാൻഡ്സ് എടുക്കും. അവരുടെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും അവർ പോകുന്നത്. അങ്ങനെ അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് പോകുമ്പോൾ പ്രൈസ് ദ വിക്ടറി ഈസ് ഓൾവേസ് ദേഴ്സ്. ജയം അവരുടെ ആയിരിക്കും. സ്വന്തം ഇഷ്ടത്തിന് ഒത്തവണ്ണം നമ്മുടെ കൈ തോക്കുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാതെ വെടിവെക്കുമല്ല. വെടിവെക്കുമ്പം അതിനൊരു ലക്ഷ്യമുണ്ട്. കമാൻഡിങ് ഓഫീസർ പറയും ഇത്ര ഡിഗ്രി, അതെ ഇത്ര ഡിഗ്രിയിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടത്, ഇത്ര ഡിഗ്രി ഇന്ന സ്ഥലത്തു നിന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്യണം എന്ന് കമാൻഡിങ് ഓഫീസർ പറയുമ്പോൾ തന്റെ കമാൻഡ്സ് അനുസരിക്കുമ്പോഴാണ് ആ യുദ്ധം എന്ത് ചെയ്യുക, ജയിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ കർത്താവിന്റെ കമാൻഡ്സ് അനുസരിക്കുമ്പോൾ, ആ കർത്താവിൽ കീഴ്പ്പെട്ട് ഞാൻ നിങ്ങളും ഇരിക്കുമ്പോൾ, വെൻ വി സബ്മിറ്റ് ടു ഹിം, നോക്ക്, എന്നിട്ട് എന്ത് ചെയ്യണം? പിശാചിന്റെ പ്രവർത്തികളോട് എതിർത്ത്. പലപ്പോഴും ഈ കംപ്ലൈന്റ്സ് ആണ്. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്, ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ. സ്വിച്ച് അവിടെയുണ്ട്. ഇഫ് യു ആർ കണക്റ്റഡ് വിത്ത് എ പവർ ലൈൻ, നിങ്ങൾ പവർ ലൈനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പ്രൈസ് ആ സ്വിച്ച് ഒന്ന് ഇട്ടാൽ മതി. പക്ഷെ സ്വിച്ച് ഇടേണ്ട ദൈവം ഇറങ്ങി വന്ന് അയ്യോ കർത്താവേ ഭയങ്കര ഇരുട്ടാ, ഈ ഇരുട്ടിൽ എന്നാ ചെയ്യും എന്ന് പറഞ്ഞ് വിറച്ചോണ്ടിരുന്ന ദൈവം ഇറങ്ങി വന്ന് സ്വിച്ച് ഇടത്തില്ല. സ്വിച്ച് ഇടാനുള്ളത് നിങ്ങളുടെ കയ്യിലാണ് കർത്താവ്. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. ആ സ്വിച്ച് ഇടാനുള്ള അതോറിറ്റി കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് എങ്ങനെ അധികാരത്തിന്റെ കീഴിൽ നിൽക്കും? when I submit to him. ഞാൻ കർത്താവിന് കീഴ്പ്പെട്ട് അവന്റെ വചനത്തിൽ അനുസരിച്ച് ദൈവകൃപയിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ, ദൈവമക്കളെ, നിങ്ങളെ ഒന്നിനും പിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. ദ വിക്ടറി വിൽ ബി ഓൾവേസ് യുവേഴ്സ്. നോക്ക്, ഓരോ ദിവസവും ആ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് ഒന്ന് നടന്നേ. നോക്ക്, ഈ ജയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ട്രൈയിങ് ഹാർഡർ. ഒന്നുകൂടെ എന്റെ കഴിവും എന്റെ മിടുക്കും എന്റെ സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ പോരാടുന്നതിന്റെ പേരല്ല ജയം. ഇറ്റ് ഈസ് ജസ്റ്റ് സബ്മിറ്റിംഗ്. അത് കർത്താവിന്റെ എന്ത് ചെയ്യുക, ശക്തിയേറിയ ഭുജത്തിന്റെ കീഴിൽ താൻ ഇരിക്കുന്നതും അവന്റെ വചനത്തിൽ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയിൽ വിക്ടറി നടക്കും. നോക്ക്, പത്രോസും യോഹന്നാനും അവർ ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായിട്ട് കടന്നു പോകുക. ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവൻ ഇരിക്കുകയാണ്. അവരെ കാണുക, അവൻ ഇവരെ ഉറ്റുനോക്കി, വല്ലതും കിട്ടുമെന്ന് കരുതി ഉറ്റുനോക്കി. ഉടനെ പറയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. അപ്പൊ ഞങ്ങൾക്കുള്ളത് അവർക്ക് തിരിച്ചറിയാം. അവരുടെ കയ്യിൽ എന്നാ ഉണ്ടെന്ന് തിരിച്ച്, ദൈവമക്കളെ, നിങ്ങളുടെ കയ്യിലുള്ള വെപ്പൺ എന്നാണ്? യു ഹാവ് ദ അതോറിറ്റി ഓൺ ഓൾ തിങ്സ്. എല്ലാത്തിന്റെ മേലും, സ്വർഗത്തിലും ഭൂമിയിലും, പിശാചിന്റെ മേലും പിശാചിന്റെ പ്രവർത്തികളുടെ മേലും, നോക്ക്, എല്ലാ ഈവിളിന്റെ മേലും എനിക്കും നിങ്ങൾക്കും അധികാരമുണ്ടെന്നുള്ള തിരിച്ചറിവ്. അതാണ് ജോൺ പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നോ ദ ട്രൂത്ത്. എന്നാന്നറിയോ? യു ആർ എ പവർഫുൾ
person. You are a born again person. You are the citizen of heaven. എന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന ബോധ്യത്തിൽ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോഴും അവനോടുകൂടെ സ്വർഗീയ തലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണെന്ന് ഉള്ള ബോധ്യത്തിൽ നടക്കുന്നവർക്ക് ഒന്നിനും കുറവ് ജീവിതത്തിൽ വരത്തില്ല. നല്ല ഞാൻ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്തിൽ ഞാൻ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണ്. ഐ എം ബോൺ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ ഇരിക്കുന്നത് ഇന്ത്യയിലല്ല, ഞാൻ ഇരിക്കുന്നത് അമേരിക്കയിലല്ല, ഞാൻ ഇരിക്കുന്നത് ദൈവരാജ്യത്ത്. ഞാൻ അവനോട് കൂടെ സ്വർഗീയ തലത്തിൽ ഇരിക്കുകയാണ്. ഞാൻ അവനിൽ നിന്നാണ് കൃപ പ്രാപിക്കുന്നത്, അവനിൽ നിന്നാണ് എന്റെ ശക്തി വരുന്നത്. എന്റെ സ്വന്തം കഴിവൽ. പത്രോസ് പറയും, ഞങ്ങളുടെ കയ്യിൽ നീ പ്രതീക്ഷിക്കുന്ന സാധനമല്ല ഞങ്ങളുടെ കയ്യിലുള്ള, ഞങ്ങളുടെ കയ്യിൽ വേറൊരു ഐറ്റം ഇരിപ്പുണ്ട്. ഇത് നിനക്ക് വേണോ? ഇത് നിനക്ക് ഹീലിംഗ് തരാൻ കഴിയുന്നതാണ്. ഇത് നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ മതിയായതാണ്. ഇത് നിന്റെ ജീവിതത്തിൽ ജീവിത അന്ത്യത്തോളം നിന്റെ ജീവിതത്തെ നടത്താൻ എല്ലാ ദിവസവും നിന്നെ താങ്ങിയെടുത്ത് 4 പേരിവിടെ കൊണ്ടുവന്ന് ഇരുത്തുവല്ലേ? നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന വ്യക്തിയല്ലേ? എന്നാൽ ഇന്നു മുതൽ നിന്റെ കൈനീട്ടൽ മാറാൻ പോവുകയാണ്. നീ ഇങ്ങനെ കൈനീട്ടിക്കൊണ്ടിരുന്നെങ്കിൽ നീ ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കൈനീട്ട. യു ആർ ഗോയിങ് ടു ബ്ലെസ് അതേഴ്സ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരു കൈയായി നിന്റെ കൈ മാറ്റാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും പറയാം, നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ല. സകല അധികാരങ്ങളുമുണ്ട്. സ്വർലോകന്റെയും ഭൂലോകന്റെയും അധോലോകരുടെ മേലും സകല അധികാരമുണ്ട്. പിശാചിന്റെ എത്ര വലിയ നമ്മൾ പറയില്ല കൊടിയ പിശാചാണെങ്കിലും നിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ പൈതൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അറിയാം ഹി വാസ് ഡിഫീറ്റഡ്. ഇവന് പണ്ട് അടി കിട്ടിയതാണെന്ന് അവന് അറിയാം, പണ്ട് അവനെ ചവിട്ടി തേച്ചതാണെന്ന് അവൻ അറിയാം. പ്ലീസ്, വെൻ യു യൂസ് ദാറ്റ് അതോറിറ്റി, ആ അധികാരം ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ആ അധികാരം ഒന്ന് വിളിച്ചു പറയുമ്പോൾ പിശാച് അവൻ വാലും ചുരുട്ടി അവൻ ഓടിയേ മതിയാകത്തുള്ളൂ. നത്തിങ്. നോക്ക്, ഒന്നും നിങ്ങൾക്ക് ദൈവവചനം പറയുകയാണ്, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരു ഹാനിയും നിങ്ങൾക്ക് വരുത്തത്തില്ല. ഒന്നും നിങ്ങളെ ഒന്നും ചെയ്യാനുള്ള ഒന്നും അധികാരമില്ല. യു ആർ എ പവർഫുൾ പേഴ്സൺ, യു ആർ എ ഗ്ലോറിയസ് പേഴ്സൺ. നിങ്ങൾ കർത്താവ്, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ കർത്താവിന്റെ പകരക്കാരായിട്ടാണ് ഭൂമിയിൽ നടക്കേണ്ടത്. യു സ്റ്റാൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. നിങ്ങൾ കർത്താവിന്റെ പകരക്കാരാണ്. കർത്താവ് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ കർത്താവ് എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാൻ കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? കർത്താവ് ഒരു മരണ വീട്ടിൽ ചെന്നാൽ കഷ്ടമായി പോയെന്ന് പറയത്തില്ല, മരിച്ചവരെ ഉയർപ്പിക്കും. ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവ് അങ്ങനെയാ പറയുന്നത്, മരിച്ചവരെ ഉയർപ്പിപ്പീൻ. യു ഹാവ് ദ സെയിം അതോറിറ്റി. നിങ്ങളുടെ കയ്യാൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളുടെ കയ്യാൽ രോഗികൾ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, രോഗികൾ സൗഖ്യമാക്കും. സകലവിധ വ്യാധികളും ഭൂതങ്ങളും പിടിച്ചവരെ എന്ത് ചെയ്യണം? ക്ലെൻസ് ദം. അവരെ വിടുവിച്ചെടുക്കുക, അതിനെ അഴിച്ച് അവരെ സ്വതന്ത്രമാക്കി വിടാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അഭിഷേകം ഒരു ചെറിയ കാര്യമല്ല, അഭിഷേകമാണ് ഏറ്റവും വിലപ്പെട്ട കാര്യം. അത് നഷ്ടപ്പെടാൻ സമ്മതിക്കരുത്. പിശാച് പലപ്പോഴും നമ്മളിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കുന്നത് ആ കണക്ടിവിറ്റിയാണ്, ആ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന അവന് നോക്ക്, ശ്രദ്ധ തിരിച്ച് മറ്റു പലതിലോട്ട് കൊണ്ടുപോകുന്ന അവന്റെ തന്ത്രം. അവന് സീസ് ഇൻ ദ സെയിം ബിസിനസ്. ആദ്യം മുതൽ പണ്ട് മുതലേ ഉള്ള അതേ പദ്ധതിയിലാണ് അവൻ ഇരിക്കുന്നത്. ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഒരു തന്ത്രം കൊണ്ടുവന്ന് അതിന്റെ ഇടയിലോട്ട് ഇടുകയാണ്. ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും? ഇന്നും അതേ തന്ത്രമാണ്. ഓ, അങ്ങനെയൊക്കെ ചെയ്തില്ലേൽ ഇപ്പൊ എന്നാ കുഴപ്പം? അങ്ങനെ അനുസരിച്ചില്ലേൽ എന്നാ കുഴപ്പം? ദൈവവേലയ്ക്ക് കൊടുത്തില്ലേൽ എന്നാ കുഴപ്പം? നോക്ക്, തന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇടുക. ഒക്കെ സീഡുണ്ടോ? നിങ്ങൾ വിതച്ചിട്ടുണ്ടോ? യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ദ ഹാർവസ്റ്റ്. നിങ്ങൾ വിതച്ചതുപോലെ ആയിരിക്കത്തില്ല, പോയി തന്ത്രം കൊണ്ടുവന്നിടും. ഓ, അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. തന്ത്രമാണ്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ ദൈവവചനം ഓർപ്പിക്കുകയാണ്. നിങ്ങൾ അവന്റെ തന്ത്രങ്ങളെ എന്ത് ചെയ്യരുത്? അറിയാത്തവരല്ലല്ലോ. ബിവെയർ ഓഫ് ഹിം. നമ്മൾ ചില വീടുകളുടെ ഒക്കെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്, ഈ ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ബിവെയർ ഓഫ് ഹിം. അവന്റെ തന്ത്രങ്ങളെ നോക്ക്. ചില മോഹങ്ങളിൽ കൊണ്ടുവന്ന് നമ്മളെ ഇടുമ്പോൾ, ചില വേണ്ടാത്ത കുടുക്കുകളിൽ കൊണ്ടുവന്ന് നമ്മളെ പെടുത്തുമ്പോൾ അത് അവന്റെ തന്ത്രമാണെന്ന് ഓർത്തണം.
നോക്ക്, അവൻ ചില കാര്യം വേറെ ചിലത് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ അറ്റൻഷൻ മാറ്റാൻ, ഈ ദൈവത്തിൽ നിന്നുള്ള അറ്റൻഷൻ, നിങ്ങളുടെ അറ്റൻഷൻ മാറ്റാൻ നോക്കുകയാണ്. എങ്ങാനും അവന്റെ ശബ്ദം കേട്ട് നിങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പിശാചിന് നല്ലവണ്ണം അറിയാം. നിങ്ങളുടെ വീട് ബ്ലസ്ഡ് ആകുമെന്നറിയാം, നിങ്ങൾ ഉയർച്ച പ്രാപിക്കുമെന്നറിയാം. അപ്പൊ അവന്റെ സ്വഭാവം എന്നാ? ആ അറ്റൻഷൻ ഒന്ന് മാറ്റണം, നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കണം. അവന്റെ തന്ത്രങ്ങളെ, ദൈവവചനം പറയുകയാണ്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവര് അല്ലല്ലോ. നോക്ക്, ഈ സബ്മിറ്റിംഗ് ടു ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എക്സോസ്റ്റിംഗ്. ഈ സബ്മിറ്റിംഗ് ടു ഗോഡ്, ഈ സബ്മിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ ഭയങ്കര അങ്ങനെ നമ്മുടെ അധ്വാനം കൊണ്ടും മിടുക്കുകൊണ്ടും ഒന്നും അല്ല ഇത് നടക്കുന്നത്. നമ്മൾ അതിന് എക്സോസ്റ്റഡ് ആകേണ്ട കാര്യമില്ല. നമ്മുടെ അതുകൊണ്ട് ഭയങ്കര അങ്ങനെയല്ല. പ്രീസോ, അവന്റെ വചനത്തിനൊന്ന് കീഴടങ്ങിയാണ് കർത്താവ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുകയല്ലേ, കർത്താവെ ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ശരിക്കും പ്രാർത്ഥിച്ചാണോ? അതോ നമ്മൾ ഈ പലപ്പോഴും എന്നാ പറയുന്നത്, നമ്മളൊരു പ്രസംഗം ലാൻഡ് ചെയ്യുമ്പോൾ ഞാൻ എന്നോടാ ചോദിക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. അപ്പം എന്നോട് ചോദിക്കുന്നത്, അത് ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പം, റജി നീ പ്രസംഗിക്കുവാണോ നീ സമർപ്പിക്കുവാണോ? അല്ലേ? നമ്മൾ ഇതെല്ലാം പറയുന്നുണ്ട്. നമ്മൾ ഈ പ്രസംഗിക്കുവാണോ, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാണോ, നമ്മൾ സമർപ്പിക്കുവാണോ? നമ്മുടെ കഠിന പ്രയത്നം ഒന്നും വേണ്ട. ഐ സബ്മിറ്റ് എന്ന് റിയലി ഇഫ് യു മീൻ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില ചലഞ്ചസ് ഉണ്ടായിരിക്കാം, വിട്ടുകളയാൻ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്ക് ഒത്തിരി പല ഇംപെർഫെക്ഷൻസും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. വാക്കിലും വിചാരത്തിലും ചിന്തയിലും ഒക്കെ നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. പക്ഷെ നമുക്കൊരു പെർഫെക്റ്ററുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം അതാണ്. എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്ക് മടങ്ങി വരാൻ തക്കവണ്ണം ഒരു സ്ഥലമുണ്ട്. എനിക്ക് അവന്റെ സന്നിധിയിൽ എനിക്ക് എപ്പോഴും കയറി ചെല്ലാം. എനിക്ക് ധൈര്യത്തോടെ എനിക്ക് ഓടിച്ചെല്ലാം. എന്നെ തള്ളിക്കളയാത്ത, എന്നെ സ്നേഹിക്കുന്ന, നോക്ക്, ചങ്കിലെ ചോര തന്ന് എന്നെ വീണ്ടെടുത്ത നല്ലൊരു കർത്താവുണ്ട്. എന്നെ ഉപേക്ഷിക്കത്തില്ല, എനിക്ക് കയറി ചെല്ലാം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ കരങ്ങളിലോട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വീഴ്ചകളൊക്കെ ഉണ്ടെന്നേ, സബ്മിറ്റ് ചെയ്ത് റിയലി ഹൃദയം കൊണ്ട് അതങ്ങനെ ഒന്ന് ആ മനസ്സോടെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുത്തേ. കർത്താവ്, എനിക്ക് കൃപ വേണം. ഐ നീഡ് മോർ ആൻഡ് മോർ ഗ്രേസ്. ചോദിക്കുന്നവർക്ക് അധികം കൃപ കർത്താവ് കൊടുക്കും, അധികം കൊടുക്കും. ആ കർത്താവിന്റെ കൃപയില് ഓരോ ദിവസവും നമുക്ക് ജീവിച്ച് and submit to God and command to the Satan. എങ്കിൽ അവൻ നിങ്ങളെ വിട്ട്, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. He will run away. പിശാച് നല്ല ഓട്ടക്കാരൻ. അവന് ഓടിയ വഴി പിന്നെ കാണത്തില്ല. അവൻ ഓടിക്കഴിഞ്ഞാൽ പിശാച് നിങ്ങളെ വിട്ട് വേഗത്തിൽ ഓടിപ്പോകും. ഒറ്റ കാര്യം ചെയ്താണ് സബ്മിറ്റ്. ഈ സബ്മിറ്റ് എന്ന് പറയുന്നത് ഈ കീഴ്പ്പെട് എന്ന് പറഞ്ഞ് ഈ എന്നാ പറഞ്ഞ് നമ്മൾ അറിയാതെ എന്തോ ഒരു പമ്മലല്ല. കീഴ്പ്പെടുക എന്ന് പറയുന്നത് ധൈര്യമാണ്, അസാധാരണമായ ധൈര്യം. കർത്താവിലോട്ട് തല ഉയർത്താനുള്ള അസാധാരണമായ ധൈര്യമാണ് എന്റെ സബ്മിറ്റിംഗ്. അവിടെ എന്റെ തല കുനിയുക, കീഴ്പ്പെടുക. ഈ സറണ്ടർ എന്ന വാക്ക്, കീഴ്പ്പെടുക, സറണ്ടർ എന്ന് ഒക്കെ പറയുന്ന വാക്ക് എനിക്ക് താഴുകയല്ല, എനിക്ക് അവിടെ ധൈര്യമാണ് തല ഉയർത്തിപ്പിടിക്കാൻ. കാരണം എന്റെ മേൽ ഒരാൾക്കാണ് അധികാരം. എന്റെ മേൽ ഒരാൾ പൂർണ്ണ അധികാരവും പൂർണ്ണ ശക്തിയും പൂർണ്ണ ബലവും എനിക്ക് ഒരാൾ തന്നിരിക്കുകയാണ്. എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഊർജം. ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളിൽ ചലഞ്ചസ്, വെല്ലുവിളികളുണ്ട് എന്റെ ജീവിതത്തിൽ. ചിലതൊക്കെ എന്നെ കർത്താവിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്ന ചിലതൊക്കെ എന്റെ ജീവിതത്തിലുണ്ട്. അതിനെയൊക്കെ എന്ത് ചെയ്യണം? ഞാൻ സറണ്ടർ ചെയ്യുമ്പോൾ അതിന്റെ മേൽ എനിക്ക് അസാധാരണമായ ധൈര്യം വരും, ബലം. We should have. എന്നിട്ട് അവന്റെ പ്രവർത്തികളോട് സംസാരിച്ചു. ഞാൻ പോയി പ്രാർത്ഥിച്ചു, എന്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല. നോ, അങ്ങനെയല്ല.
Praise the Lord. Submit to him and command to the Satan. He will flee away. അത് നിങ്ങളുടെ സാമ്പത്തികത്തിലാണോ, നിങ്ങളുടെ കുടുംബജീവിതത്തിലാണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണോ, അവനോട് ഒന്ന് ഇറങ്ങട, കടക്ക് പുറത്തെന്നൊന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും പറയും, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ കടക്ക് പുറത്തെന്ന് അവനോടൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഹി ഈസ് യുവർ എനിമി, ഹി ഈസ് ദ പേഴ്സൺ ഹു ഈസ് റെസിസ്റ്റിംഗ് യു. നിങ്ങളെ എന്നാ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒതുക്കാൻ നോക്കുന്നവൻ. നിങ്ങളുടെ പലർക്കും ഒന്ന് മുമ്പോട്ട് കുതിക്കണമെന്നൊക്കെ ഉണ്ട്, പലപ്പോഴും ഒതുങ്ങുകയാണ്. അങ്ങ് ഒതുക്കാൻ നോക്കുന്ന ആ സ്പിരിറ്റിൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങടാന്ന് പറഞ്ഞു. നീ എന്റെ സാമ്പത്തികത്തിൽ കിടന്ന് കളിക്കുന്നോ, ഇറങ്ങടാ. എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ കിടന്ന് കളിക്കുന്നോ, ഇറങ്ങടാ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറയണം. യൂസ് സിമ്പിൾ വേർഡ്സ്. കാരണം ഞാൻ ഐ എം എ പേഴ്സൺ ഹു സബ്മിറ്റ് ടു ഗോഡ്. I don't have to struggle or fight with the Satan. God is fighting with you. ഞാനല്ല, അവരാണോ ചെയ്തത്? അവർ കയ്യെ പിടിച്ചതേ ഉള്ളൂ. നരയാണി ഉറച്ചു. പത്രോസും യോഹന്നാനും ആ മുടന്തന്റെ കയ്യെ പിടിച്ചപ്പോ അവന്റെ നരയാണി, അവൻ കുതിച്ചെഴുന്നേറ്റെന്ന് എഴുതിയിരിക്കുന്നു. അവൻ കുതിച്ചെഴുന്നേറ്റ്. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. അത് മാത്രമായിരുന്നു അവരുടെ ബോധ്യം. നിങ്ങൾക്കും ആ ബോധ്യം ഉണ്ടായിരിക്കണം. എന്നാ ഉണ്ടെന്നുള്ള ബോധ്യം ധൈര്യം. നിങ്ങൾ ഞാനൊരു സംഭവമാണെന്ന് അങ്ങ് വിശ്വസിക്കണം. ഐ എം സംവൺ. ഞാൻ ആരും ഇല്ലാത്തവനാണ്. ഐ എം സംവൺ. ഐ ഹാവ് സംവൺ ഇൻ ഹെവൻലി പ്ലേസസ്. എനിക്ക് വേണ്ടി സദാസമയം പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് എനിക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ലജ്ജിക്കത്തില്ല. എന്റെ ബോധ്യം, എന്റെ ധൈര്യം അതാണ്, എന്റെ ബലം. My God is in control. എന്റെ കർത്താവിന്റെ അധികാരം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. സബ്മിറ്റ് ചെയ്യും. എന്നിട്ടൊന്ന് എതിർത്ത് നിന്ന് നോക്കി. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ എന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ ഏത് പ്രതികൂലാണെങ്കിലും വാലും ചുരുട്ടി കൂടും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഐ നോ സംതിങ് മൈറ്റി ഈസ് ഹാപ്പനിങ്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കും. ഈസ് ഓപ്പണിംഗ് സം ഡോർസ്. ചില വാതിലുകൾ തുറക്കുന്നത് ഞാൻ കാണുക. വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇല്ല. ലജ്ജിക്കത്തില്ല. എന്റെ കണ്ണെന്തിനാ നിറയുന്നേ? നീ കരയണ്ട എന്ന കർത്താവ് പറഞ്ഞു. ഡോണ്ട് ക്രൈ. അണ്ടർസ്റ്റാൻഡ് യുവർ അതോറിറ്റി. അത്യുന്നതന്റെ, ഇന്ന് ഷീന വായിച്ച ആ ഭാഗം, അത്യുന്നതന്റെ മറവ്. എനിക്കൊരു മറവിടമുണ്ട്. ഐ ഹാവ് എ ഹൈഡിംഗ് പ്ലേസ്. ഐ ഹാവ് എ ഡ്വെല്ലിംഗ് പ്ലേസ്. ഞാൻ അവന്റെ കരുത്തിന്റെ കീഴിലോട്ട് ഞാൻ അങ്ങ് തലചായ്ക്കും. സോ ഹി ഈസ് ഇൻ അതോറിറ്റി. എന്റെ എതിരെ വരുന്ന ഒരു ആയുധവും എനിക്ക് ഫലിക്കത്തില്ല. വശത്ത് 1000 പേരും വലത്ത് വശത്ത് 10,000 വരുമായിരിക്കും, പക്ഷെ എന്നോട് അടുത്ത് വരത്തില്ല. ആ പിശാചിന് ആയുധം കൊടുക്കരുത്. ഞാൻ ആരോടോ പറയുക, പിശാചിന് ആയുധം കൊടുക്കരുത്. ഹി ഹാസ് നോ വെപ്പൺ. അവന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. പക്ഷെ അൺലെസ് ഐ സപ്ലൈ ഹിം എ വെപ്പൺ, ഞാൻ അവനൊരു ആയുധം കൊടുത്താൽ, പലപ്പോഴും അങ്ങനെയാ ദൈവമക്കളാ അവന് ഫൈറ്റ് ചെയ്യാനുള്ള ആയുധം, വെപ്പൺ കൊടുക്കുന്നത്. അവന്റെ കയ്യിലൊന്നുമില്ല. പ്രാർത്ഥിക്കാം. യെസ് യേശുവേ സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ടതുപോലെ ആ പിശാചിനോട് എതിർത്ത് നിൽപ്പാനുള്ള ശക്തിയും ധൈര്യവും ഓരോ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ അവർ നിറയട്ടെ കർത്താവേ. അവർ കടന്നു പോകുന്ന എല്ലാ പ്രതികൂലത്തിന്റെ മേലും എന്റെ കർത്താവിന്റെ കരം തൊടണമേ. സമാധാനവും സന്തോഷത്താലും നിറയ്ക്കണമേ കർത്താവേ. അത്ഭുത വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വത്താൽ ഓരോ മക്കളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എവിടെയെങ്കിലും കർത്താവിന്റെ കരത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഒന്നുകൂടെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവെ. അവിടുത്തെ വചനത്തിന് കീഴ്പ്പെട്ട് കർത്താവിന്റെ സ്നേഹത്തിന്റെ ആ തണലിന്റെ കീഴിലിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ നിന്റെ മക്കൾക്കെതിരെ ഉള്ള
മുഴുവൻ പിശാചിന്റെ പ്രവൃത്തികളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗാത്മാക്കളും എപ്പോഴും ക്ഷീണം വരുന്ന എന്നെ കർത്താവ് കാണിക്കുന്ന ചില വ്യക്തികൾ എപ്പോഴും എനിക്ക് ക്ഷീണമാണ്, എപ്പോഴും അങ്ങ് കയറി കിടന്നാൽ മതി, അങ്ങനെയുള്ള ക്ഷീണാവസ്ഥയിലുള്ള ചില വ്യക്തികളെ എന്റെ കർത്താവ് സ്പർശിക്കുകയാണ്. പുതുബലം ശരീരത്തിന് മേൽ വരട്ടെ. ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ അവൻ കുതിച്ചെഴുന്നേറ്റതുപോലെ ചിലരൊക്കെ കുതിച്ചെഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. സാമ്പത്തികമായ രംഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അത്ഭുത വഴികൾ തുറക്കട്ടെ. വിസകൾ റിലീസാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ജോലികൾ ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ കരം തൊടുന്നതിനായി സ്തോത്രം. എല്ലാവിധ ബന്ധനങ്ങളും അഴിയട്ടെ. കുഞ്ഞുങ്ങളെ കുറിച്ച്, കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അല്ല കേട്ടോ, തലമുറയെ കുറിച്ച് ആരോട് പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾക്ക് കുഞ്ഞില്ല, അവർ ദൈവത്തിന്റെ തലമുറ, ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ എഴുതിക്കണം, തലമുറ ദൈവത്തിന്റെ ദാനമാണ്. യുവർ ചൈൽഡ് ഇസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഡു നോട്ട് വെറി അബൌട്ട് ദം. അവരെ കർത്താവ് അവരെ തൊടും. ഗോഡ് വിൽ ഇന്ററാക്ട് വിത്ത് ദം. ഒന്നും അവരെ കുറിച്ച് ഭാരപ്പെടേണ്ട. അവരെ കുറിച്ചുള്ള എല്ലാ കൺസേണും നിങ്ങളുടെ സകല ചിന്താകുലം അങ്ങോട്ട് ഇടാൻ പറഞ്ഞെങ്കിൽ പുട്ട് ഓൾ യുവർ കൺസേൺ ഓൺ ജീസസ് ക്രൈസ്റ്റ്. അവന്റെ മേലോട്ടിട്ടെ. എല്ലാ ചിന്താകുലം അങ്ങോട്ടിട്ടെ, എല്ലാ ഭാരം അങ്ങോട്ടിട്ടെ, ആ കുഞ്ഞിനെ അങ്ങോട്ടങ്ങ് കൊടുത്തേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ തലമുറകളുടെ മേൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഈവിൾ സ്പിരിറ്റും, എല്ലാ വേണ്ടാത്ത പൊസഷൻസും, എല്ലാ സ്പിരിറ്റും, എല്ലാ ആൽക്കഹോളിക് ഇൻഫ്ലുവൻസ്, എല്ലാ ഡ്രഗ് അഡിക്ഷൻ, സ്പിരിറ്റ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ യേശുവിന്റെ നാമത്തിൽ ഐ കമാൻഡ് ടു കം ഔട്ട്. ജീവിതങ്ങളെ വിട്ടുമാറാൻ കൽപ്പിക്കുക. സ്പിരിറ്റ് ഓഫ് പോവർട്ടി യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തിന്റെ ആത്മാവ് വിട്ടുമാറി ജീവിതങ്ങൾ വീടുകളിൽ നിന്ന് മാറിപ്പോകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദൈവങ്ങൾ കൊടുക്കണം. അനുഗ്രഹിക്കുകയാണ്. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെ ധാരാളം ധാരാളം കർത്താവ് അനുഗ്രഹിക്കട്ടെ. സോ ഗോഡ് ബ്ലെസ് യു. നോക്ക്, കർത്താവിന് ഒന്ന് കീഴ്പ്പെട്ട് അവന്റെ പ്രവർത്തികളോട് എതിർത്ത് നിന്നാൽ മതി. അവൻ വേഗത്തിൽ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യു ഹാവ് ഓൾ അതോറിറ്റി. സകല അധികാരങ്ങളുമുണ്ട്. ഡോണ്ട് സപ്ലൈ വെപ്പൺ ടു ദ സേറ്റൻ. അവന്റെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി ആയുധം കൊടുക്കരുത്. ഹി ഈസ് ഡിസാംഡ്. ക്രൂശിൽ എന്റെ കർത്താവ് അവന്റെ സകല ആയുധമാർഗവും വെപ്പിച്ചു. ഹി ഈസ് ഡിസാംഡ്. അവൻ ആയുധം ഇല്ല. കൊണ്ടുപോയി കയ്യിൽ ഒരെണ്ണം കൊടുക്കരുത്. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you and share the video also. Let it be a blessing to many people. കർത്താവ് അനുഗ്രഹിക്കട്ടെ. In Jesus' name. Amen.